നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഐക്യജനതാദളിനെയും ഐക്യജനതാദൾ എംപിമാരെയും അവഹേളിച്ചിരിക്കുകയാണ് BJP എന്ന നേതൃത്വത്തിന് ശക്തമായ അഭിപ്രായമുണ്ട്. നിതീഷ് കുമാർ ഇത് പരസ്യപ്പെടുത്തിയില്ലെങ്കിലും പാർട്ടി ചർച്ചകളിൽ ഉടനീളം JDU അംഗങ്ങൾ നിതീഷ് കുമാറിനോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഉചിതമായ മറുപടി BJPയോട് പറയുന്നില്ല എന്നുള്ളതാണ്. ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നേതാവായ ജിതൻ റാം മഞ്ചിക്ക് ഏത് രീതിയിലാണ് കേന്ദ്ര ക്യാബിനറ്റ് വകുപ്പ് കൊടുക്കുന്നത്? അദ്ദേഹത്തിന് ഒരു MPയേ ഉള്ളൂ. BJPയെ താങ്ങി നിർത്തുന്നത്, അതായത് NDA ഘടകത്തിലെ സുപ്രധാന ഘടകകക്ഷികൾ എന്നത് TDPയും അതുപോലെ JDUവുമാണ്. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമേ BJPക്ക് അവിടെ ഭരണത്തിൽ ഇരിക്കാൻ തന്നെ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ എങ്ങനെയാണ് ജിതൻ റാം മഞ്ചിയെ പോലുള്ളവർക്ക് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത്? ചിരാഗ് പാസ്വാന്റെ LJPക്ക് ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എങ്കിൽ ശരി, അവർക്ക് 5 MPമാരുണ്ടെന്ന് വിശ്വസിക്കാം. എന്നാൽ വെറും ഒരു MP മാത്രമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് എന്തു ചെയ്യാനാണ്? വലിയ ചോദ്യങ്ങളാണ് അവിടെ ഉയർന്നു വരുന്നത്. കൃത്യമായും നമുക്കറിയാം, നിതീഷ് കുമാറിനെ പാരവെച്ച വ്യക്തിയാണ് ജിതൻ റാം മഞ്ചി. മഞ്ചിയോട് അകൽച്ചയാണ് JDUവിന് എക്കാലവും ഉള്ളത്. മഞ്ചി പക്ഷേ NDAയിലേക്ക് പോയെങ്കിൽ പോലും നിതീഷ് കുമാറിന് പഴയ കാര്യങ്ങളൊന്നും തന്നെ മറക്കാൻ കഴിയില്ല. നരേന്ദ്രമോദിയെ ചായക്കച്ചവടക്കാരനെന്ന് വിളിച്ച് അധിക്ഷേപിച്ച് നിതീഷ് കുമാർ BJP വിരുദ്ധത പ്രകടിപ്പിച്ച കാലഘട്ടത്തിൽ ഇടക്കാലത്ത് അദ്ദേഹത്തിനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയതായിരുന്നു JDUവിലെ വിശ്വസ്തനായ ജിതൻ റാം മഞ്ചി. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നിതീഷ് കുമാർ പറഞ്ഞ കാലയളവിനകം ഇറങ്ങിക്കൊടുത്തില്ല എന്നുള്ളത് വാസ്തവമായിരുന്നു. അങ്ങനെയാണ് ജിതൻ റാം മഞ്ചിയും നിതീഷ് കുമാറും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞത്. പിന്നീടുള്ളതെല്ലാം ചരിത്രമാണ്. ജിതൻ റാം മഞ്ചി പ്രത്യേകം ഒരു പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ നേതാവാവുകയും അത് BJP NDA ഘടകവുമായി സഖ്യം ചേരുകയും ചെയ്തു. JDU പിൽക്കാലത്തൊക്കെ BJPയുമായി സഖ്യം ചേർന്നെങ്കിൽ പോലും ജിതൻ റാം മഞ്ചിയുമായി ഒരു രീതിയിലും JDU ബാന്ധവം പുലർത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എന്തിനധികം പറയുന്നു, ചിരാഗ് പാസ്വാന്റെ LJPയുമായി പോലും JDUവിന് ബാന്ധവമില്ല. JDU നേതാക്കളെ തിരഞ്ഞുപിടിച്ച് പരാജയപ്പെടുത്തുന്നതിൽ ചിരാഗ് പാസ്വാൻ എടുത്ത ആ റോൾ ചെറുതല്ല. ചിരാഗ് പാസ്വാൻ കൃത്യമായി പറഞ്ഞു, JDUവിൻ്റെ പതനമാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറഞ്ഞായിരുന്നു 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനതാദളിൻ്റെ സീറ്റ് കുറയ്ക്കാൻ പ്രധാന കാരണമായത്. എന്നാൽ അത് BJPയുടെ കൂടി രഹസ്യമായ അജണ്ടയായിരുന്നു എന്നുള്ളത് നിതീഷ് കുമാർ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. എന്നിട്ടും BJPയുമായി നിതീഷ് കുമാർ ഇപ്പോൾ സഖ്യത്തിലാകണമെങ്കിൽ കൃത്യമായ അജണ്ടയുണ്ട്. നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് ഒരു സഹമന്ത്രി സ്ഥാനവും ഒരു ക്യാബിനറ്റ് റാങ്ക് മാത്രമേ ഇതുവരെയും നൽകിയിട്ടുള്ളൂ. എന്നാൽ നിതീഷ് കുമാർ അതിൽ തൃപ്തനല്ല. കുറഞ്ഞത് 3 ക്യാബിനറ്റ് റാങ്കും 2 സഹമന്ത്രി സ്ഥാനവും ലഭിക്കണം എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. നമുക്കറിയാം, കേന്ദ്ര ക്യാബിനറ്റിൽ 81 മന്ത്രിമാർ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആകാം എന്നുള്ളതാണ്. ഇനിയും ക്യാബിനറ്റ് വികസനം നടത്തിയേക്കാൻ ഉള്ള സാധ്യതയുണ്ട്. ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തതിൽ ഏറ്റവും ദൈർഘ്യമേറിയ സത്യപ്രതിജ്ഞയായിരുന്നു ഇത്തവണത്തേത് എന്നുള്ളത് പ്രത്യേകത നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും ഇനിയും ക്യാബിനറ്റ് എക്സ്പാൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് JDU പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും തന്നെ ലഭിക്കാത്ത ഐക്യജനതാദളിന് നല്ല രീതിയിൽ കണ്ണുകടിയുണ്ട്. RJD മെല്ലെ മാടി വിളിക്കുകയാണ്, ഐക്യജനതാദളിന് ഇനി എത്ര കാലം BJPയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനാകും എന്നത് ഞങ്ങൾ കാത്തിരുന്ന് വീക്ഷിക്കുകയാണ് എന്നാണ് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത്.